ദിലീപ് മലയാളപ്പുഴ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ദിലീപ് നോക്കൂ, ഇതുവരെ ഇന്ത്യൻ മണ്ണിൽ നിന്നും ISRO വികസിപ്പിച്ച റോക്കറ്റുകൾ മാത്രമാണ് കുതിച്ചുയർന്നിട്ടുള്ളത്. ഇന്ന് പുതുതായി സ്വകാര്യ മേഖല ഒരു നാഴികക്കല്ല് അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു വിക്രം-1ന്റെ ഈ ഒരു വിക്ഷേപണത്തിലൂടെ, അല്ലേ? പറയുന്ന ഒരു സ്വകാര്യ സംരംഭം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ വികസിപ്പിച്ചത്. ഈ ചെറിയ റോക്കറ്റാണ്. ചെറിയ സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ, താഴ്ന്ന ഭ്രമണപഥത്തിൽ ചെറിയ ഉപഗ്രഹങ്ങളെ എത്തിക്കുന്നതിന് ശേഷിയുള്ള ഒരു റോക്കറ്റാണിത്. ഇതിപ്പോ ഇവര് അവകാശപ്പെടുന്നത് ബഹിരാകാശത്തേക്കുള്ള ടാക്സി എന്നാണ്. കുറഞ്ഞ ചെലവിലും അതുപോലെ തന്നെ കുറഞ്ഞ ഓർബിറ്റിലും കുറഞ്ഞ ചെലവിൽ, കുറഞ്ഞ സാങ്കേതിക വിദ്യയിൽ, കൂടിയ സാങ്കേതിക വിദ്യയിൽ കുറഞ്ഞ ചെലവിൽ വിക്ഷേപണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്. ഭാവിയിൽ ചെറിയ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഉപഗ്രഹങ്ങളായിരിക്കും കൂടുതലായിട്ട് വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇത്തരം ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ, വ്യാവസായിക അടിസ്ഥാനത്തിൽ വിക്ഷേപിക്കാൻ റോക്കറ്റിന് കഴിയുമെന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിലൊരു കിടപ്പ്, വിക്ഷേപണത്തിന്റെ ആദ്യഘട്ടത്തിൽ വിക്ഷേപണം കൗണ്ട് ഡൗൺ നിർത്തിവെക്കേണ്ടി വന്നു. ഏതാണ്ട് 11:29 കൂടി നിർത്തിവെക്കില്ല. നാവിഗേഷൻ കൺട്രോൾ സിസ്റ്റത്തിലുണ്ടായ എന്തോ ചെറിയ പ്രശ്നമാണ്. അത് പെട്ടെന്ന് അവർക്ക് പരിഹരിക്കാൻ പറ്റി. ISROയുടെ ഉയർന്ന സയന്റിസ്റ്റുകളുടെ സഹായത്തോടെ അത് പരിഹരിക്കാൻ പറ്റി. പെട്ടെന്ന് തന്നെ പരിഹരിച്ച് 12:10 കൂടി വിക്ഷേപണം നടത്താൻ കഴിഞ്ഞു. 4 ഘട്ടങ്ങളായുള്ള റോക്കറ്റാണ്. 4 ഘട്ടവും കൃത്യമായി വർക്ക് ചെയ്യുകയും ഇത് ബഹിരാകാശത്ത് എത്തുകയും ചെയ്തു. അതിനകത്തെ പേലോഡുകൾ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പേലോഡുകളാണ് ഉള്ളത്. അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിശ്ചിത ഓർബിറ്റിലേക്ക് ഇറങ്ങും. അപ്പൊ എന്തായാലും ഇത്തരം സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഒരു വലിയ ഉത്തേജനമായിരിക്കും ഈ വിക്ഷേപണം സംശയമില്ല. ഭാവിയിൽ ഈ ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ പ്രസക്തി ഈ രംഗത്തേക്ക് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ISROയുമായി സഹകരിച്ചായിരിക്കും ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ISROയിലെ സ്വകാര്യവൽക്കരണ നടപടികൾ ആശങ്ക ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം സ്റ്റാർട്ടപ്പുകളും രംഗത്തേക്ക് വരുന്നുണ്ട്. അതെ, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അങ്ങനൊരു മാനവും കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ ഇങ്ങനെ നമുക്കറിയാം, ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ വലിയ രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, രാജ്യസുരക്ഷയുമായി മറ്റും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ സ്വകാര്യ മേഖല കൂടി കടന്നു വന്നിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ഇരുവശം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇതിനും ദോഷകരമായ ഒരു വശവും കൂടി ഒരു പക്ഷേ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയില്ലേ? ഈ ISROയുടെ പ്രവർത്തനം സമ്പൂർണമായി സ്വകാര്യവൽക്കരിക്കുന്നതിനെ ശാസ്ത്രലോകം എതിർക്കുകയാണ്. കാരണം ഈ സ്വകാര്യ കമ്പനികളുടെ, സ്വകാര്യം പൊതുമേഖലാ കമ്പനികൾ ഇപ്പോൾ തന്നെ ISROയുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നുണ്ട്. കൂടുതൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ISROയിലെ ജീവനക്കാരും അതുപോലെ സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ മറ്റുള്ളവരും എതിർക്കുന്നത്. ഇത്തരം സ്റ്റാർട്ടപ്പുകളുടെ സഹകരണം കൂടി നമ്മുടെ ഈ ബഹിരാകാശ ഗവേഷണ രംഗത്ത് അത്യാവശ്യം വരും. പക്ഷെങ്കിൽ പൂർണ്ണമായ സ്വകാര്യവൽക്കരണം ISRO പോലുള്ള ലോകോത്തര ബഹിരാകാശ ഏജൻസി ഈ പൂർണ്ണമായ സ്വകാര്യവൽക്കരണം അത് ദോഷകരമായി ബാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ സ്കൈറൂട്ടിന്റെ ഈ ആദ്യ ദൗത്യം തന്നെ വിജയകരമായത് വലിയ നേട്ടമാണ്. ഈ സ്കൈറൂട്ടിലെ മേധാവികൾ തന്നെ ISROയിൽ നിന്ന് പോയവർ തന്നെയാണ്. അവർ രാജിവെച്ച് പോയി പുറത്തു പോയിട്ട് ഈ ഒരു കമ്പനി രൂപീകരിച്ച്, ഒരു സ്റ്റാർട്ടപ്പ് രൂപീകരിച്ച് ഗവേഷണം നടത്തി പുതിയൊരു മേഖലയിലേക്ക് അവർ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ ആദ്യ പേലോഡ് നിശ്ചിത ഓർബിറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഈ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരീക്ഷണത്തിൽ വിജയിച്ചു എന്നുള്ളത് തന്നെ അവരൊരു സാങ്കേതിക മികവിനെയാണ്, അവരുടെ സാങ്കേതിക മികവിനെയാണ് തെളിയിക്കുന്നത്. എന്തായാലും നിശ്ചിത ഓർബിറ്റിലേക്ക് അവരുടെ പേലോഡുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഭൂമിയുടെ ഇതൊരു പരീക്ഷണമാണ്. ആദ്യ പരീക്ഷണം തന്നെ വിജയിച്ചു എന്നുള്ളതിൽ അഭിമാനകരം തന്നെയാണ്. ശരി, വളരെയധികം നന്ദി. ദിലീപ് മലയാളപ്പുഴയാണ് നമ്മളോട് ഈ വിഷയത്തിൽ വിശദമായി സംസാരിച്ചത്.